ഭീമൻ ഭീമന്റെ അന്തസംഘർഷങ്ങളാണ് ഈ നാടകത്തില് പിന്നെ അദ്ദേഹം വരച്ചു കാട്ടിയിരിക്കുന്നത്. ദുര്യോധനന്റെ തുണയിലേക്ക് ഉന്നം വയ്ക്കുമ്പോ പല ശബ്ദങ്ങൾ ഉയർന്നു. ഭീമൻ വായുദേവന്റെ മകനല്ല, കരുത്തനായ ഒരു കാട്ടാളന്റെ മകനാണ് എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തത്. നീ കരുത്തവന്റെ മകനാകും, കാടറിഞ്ഞവന്റെ മകൻ. കരുത്തും കരുണയുള്ളവനുമായിരുന്നു. പകയും പതിയിരിക്കാനുള്ള മനസ്സും അവർക്കായി. അത് ഇയാള് റിയലൈസ് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്. അനുജന്മാർക്ക് ജ്യേഷ്ഠൻ. ദ്രൗപദി നിന്നെ സ്നേഹിച്ചിട്ടേയില്ല. നീ അവർക്ക് വെറും മൃഗോദരനായിരുന്നു. നിന്റെ കരുത്തായിരുന്നു അവർക്ക് വേണ്ടത്. ശക്തി, ശാപവും ഭാരവുമായിരുന്ന ഒരാളാണ് നീ. കുന്തി പോലും അത്ര പ്രിയത്തോടെ നിന്നെ മകനെ എന്ന് വിളിച്ചിട്ടില്ല. അതുവരെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഞാൻ വായുദേവന്റെ മകനാണ് എന്ന അഭിമാനത്തോടുകൂടി അതിന്റെ ഒരു ഗരിമയോടുകൂടി നടിച്ചു നടന്നിരുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ അഭിരമിച്ചിരുന്ന ഭീമൻ ദേവിക്ക് കരുത്തനായ വായുദേവനുണ്ടായ മകനാണ് ഞാൻ, വായുപുത്രൻ ഭീമൻ. പിറ്റേന്ന് രാവിലെ അറിയുന്നത് യുധിഷ്ഠിരനാണ് പട്ടാഭിഷേകം ചെയ്യുന്നത്. അതുമുതല് ഇയാള് റിയലൈസ് ചെയ്യാണ്, ഞാൻ ശരിക്കും ഈ വായുദേവന്റെ മകനാണോ, എന്നെ ഇങ്ങനെ ഞാൻ തഴയപ്പെടുന്നില്ലേ പല സന്ദർഭങ്ങളിലും.